ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഹോം കുക്ക് മലബാർ. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് കാണാമല്ലേ. എന്നാൽ നല്ല സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്, ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് കാണിച്ചു തരുന്നത്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സാൻഡ്വിച്ചാണിത്. എങ്ങനെയാ ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതെന്നും അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്നൊക്കെ കാണാം. ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ഫില്ലിംഗ് ആണ് റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് ഞാൻ എന്താ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ഒരു 3 മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള സവാള എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അത് നന്നായിട്ട് തന്നെ ഇനി സോട്ട് ചെയ്യാൻ വേണ്ടി വെക്കണം. പെട്ടെന്ന് സോട്ടായി വരാൻ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ സവാള ഏകദേശം സോട്ടായി വരുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പച്ചമുളക് പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ദാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും സവാളയും ഒക്കെ നന്നായിട്ട് തന്നെ സോട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പിന്റെ അടുത്ത് ഞാൻ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ക്യാരറ്റ് ഒക്കെ ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇനി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ പൊടികളുടെയൊക്കെ പച്ചച്ചുവ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വേവിച്ച് മിൻസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫാണിത്. ഇത് ഞാനൊന്ന് മിക്സിയിലൊന്ന് മിൻസ് ചെയ്തിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബീഫ് നല്ലോണം ഈ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. സ്മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊരു 2 മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിമിൽ നിന്ന് എടുത്തു മാറ്റാം. നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോ ബ്രെഡ് എടുത്തിട്ട് അതിൽ നമുക്ക് ഈ ഒരു മസാല വെച്ചിട്ട് സാൻഡ്വിച്ച് ചെയ്യാവുന്നതാണ്. ഇതേപോലെ സാൻഡ്വിച്ച് ചെയ്തെടുക്കാം. നടുവിൽ ഫില്ല് ചെയ്തിട്ട് മറ്റൊരു ബ്രെഡ് കൊണ്ട് അതിന്റെ മുകളിലേക്കായിട്ട് വെച്ചു കൊടുക്കാം. ബ്രെഡിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സോസൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോസോ അല്ലെങ്കിൽ ബട്ടർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ഇതേപോലെ ഒന്ന് മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ ബ്രെഡൊക്കെ ഞാൻ നന്നായിട്ട് സാൻഡ്വിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ കഴിക്കാം, അല്ലെങ്കിൽ ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിലും കഴിക്കാം. ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ ഒഴിച്ചിട്ടാണ് ഞാൻ ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഒരു ബാച്ച് ബ്രെഡ് സാൻഡ്വിച്ച് ഞാൻ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാ ഇന്നത്തെ ഡിഷ് ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആണല്ലോ അല്ലേ? ഈ ബ്രെഡ് സാൻഡ്വിച്ച് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.